പൂട്ടിക്കിടന്ന വീടിന്റെ ഇരുമ്പ് വാതിൽ പൊളിച്ച് അകത്ത് കയറിയ പോലീസുകാർക്ക് നേരെ ആദ്യമായി തട്ടി വന്നത് ദുർഗന്ധത്തിന്റെ ക്രൂരമായൊരു കുത്തേറ്റ അനുഭവമായിരുന്നു. അയൽക്കാരുടെ കണ്ണിൽ വിഷാദത്തിന്റെയും നിറം തെളിഞ്ഞു കിടന്നു. എന്തോ ഭീകരത സംഭവിച്ചിരിക്കണം എന്ന ആശങ്ക പലരും തമ്മിൽ പറയുന്നുണ്ടായിരുന്നു. പൊടിയും ദുർഗന്ധവും നിറഞ്ഞിരുന്ന ആ വീടിന്റെ ഇരുണ്ട അന്തരീക്ഷം മനുഷ്യവാസത്തിന്റെ ഏതൊരു അടയാളത്തെയും ഇല്ലാതെയാക്കുന്ന ഒന്നായിരുന്നു. അവിടെ സമയം തന്നെ നിർത്തി നിന്നു പോകുന്നതായി തോന്നിച്ചു. കിടപ്പുമുറിയിലെ ഒരു മൂലയിലേക്ക് പോലീസ് വിളക്കുകൾ തിരിക്കുമ്പോൾ പുറത്തു വന്ന കാഴ്ച മനുഷ്യഹൃദയത്തിന്റെ ഏറ്റവും ശക്തമായ കോട്ടകളെയും തകർക്കുന്ന ഒന്നായിരുന്നു. അവിടെ ജീവൻ നഷ്ടപ്പെട്ട 5 വയസ്സുകാരന്റെ മൃതശരീരം കിടക്കുന്നു. തലയിൽ അടിയേറ്റ പരിക്കുകൾ തെളിഞ്ഞു കിടന്നു. ഒരിക്കൽ ലോകത്തെ കാണാൻ നിർമ്മലമായ കണ്ണുകളുമായി ചിരിച്ചിരുന്ന കുഞ്ഞ് ഇപ്പോൾ ഭീതിജനകമായൊരു നിശബ്ദതയിലേക്ക് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. അവന്റെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു മറ്റൊരു ചെറുപ്രായക്കാരൻ, 1.5 വയസ്സുകാരൻ. അവന്റെ ശരീരം ക്ഷീണത്താൽ വിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചുണ്ടുകൾ വരണ്ടു പോയിരുന്നു. കണ്ണുകൾ അടഞ്ഞ നിലയിലായിരുന്നുവെങ്കിലും ഇടയ്ക്കിടെ നിന്നൊരിടത്ത് ജീവൻ പിടച്ചു നിൽക്കാനുള്ള അവസാന ശ്രമമായി ശ്വാസം വലിച്ചു മാറ്റുന്നത് കേൾക്കാമായിരുന്നു. 3 ദിവസമായി ഭക്ഷണവും വെള്ളവും കിട്ടാതെ ഒറ്റപ്പെട്ടിരുന്ന അവന്റെ ദുരവസ്ഥയെ കണ്ടപ്പോൾ പോലീസുകാർക്ക് പോലും കണ്ണുനീർ പിടിച്ചു നിർത്താനായില്ല. മരണവും ജീവനും തമ്മിലുള്ള അതിർത്തിയിൽ അലയുന്ന കുട്ടിയുടെ അവസ്ഥ അവിടെ നിന്നിരുന്ന എല്ലാവരുടെയും മനസ്സിലെ ഒരു മുറിവാക്കി മാറ്റിയിരുന്നു. അഭിനവ് എന്നറിയപ്പെട്ടിരുന്ന മരിച്ച കുട്ടി കുമാരപുരം തോപ്പൂരിൽ നിന്നുള്ള സുന്ദരലിംഗവും സെൽവിയും തമ്മിലുള്ള ബന്ധത്തിൽ ജനിച്ച മകനാണ്. പക്ഷേ അവന്റെ ബാല്യം ഒരിക്കലും സ്ഥിരതയുടെ സുരക്ഷിതത്വം കണ്ടിട്ടില്ല. മാതാപിതാക്കൾ തമ്മിലുള്ള കലഹങ്ങളും വേർപിരിയലും സ്നേഹത്തിന്റെ പേരിൽ ഒന്നിച്ചിരുന്ന വീടിനെ തന്നെ യുദ്ധഭൂമിയാക്കി മാറ്റി. ഒടുവിൽ അമ്മയായ സെൽവി നാട്ടുകാരനായ സെൽവമദനുമായി സഹജീവിതത്തിൽ ഏർപ്പെട്ടു. പുതിയ ബന്ധത്തിലൂടെ ജനിച്ചത് ഇപ്പോൾ ആശുപത്രിയിൽ മരണം വരെ കണ്ടുകൊണ്ടിരിക്കുന്ന 1.5 വയസ്സുകാരനാണ്. അമ്മയെ കാണാതാവുകയും അച്ഛനോടുള്ള ബന്ധം മുറിയുകയും സഹോദരന്റെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്ത അവന്റെ ചെറുപ്പകാലം തന്നെ ലോകത്തിന്റെ ഏറ്റവും വലിയ ദുഃഖങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന ഒന്നാണ്. ഒരാളുടെ പ്രായപൂർത്തിയായ ജീവിതകാലം മുഴുവനായി പോലും അനുഭവിക്കേണ്ടത്ര കഠിനമായ തിരിച്ചടികൾ ഒരു കുഞ്ഞിന്റെ മേലേക്കാണ് വന്നു വീണിരിക്കുന്നത്. സെൽവിയെ കാണാതായപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് സെൽവമദനായിരുന്നു. അയാളുടെ വാക്കുകൾക്ക് ഗ്രാമത്തിലെ പലരും വിശ്വാസം കൊടുത്തു. ഭാര്യയെ കാണാതായി, ഞാനാണ് കുട്ടികളെ നോക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അയാളുടെ മുഖത്ത് പ്രകടമായിരുന്ന വിഷാദവും ആശങ്കയും പലരെ കബളിപ്പിച്ചു. എന്നാൽ ചിലരുടെ മനസ്സിൽ സംശയത്തിൽ തന്നെ നിൽക്കുകയായിരുന്നു അയാൾ. സെൽവമദനിൽ നിന്നുണ്ടായ അനിശ്ചിതത്വം, അവന്റെ മുഖത്ത് തെളിഞ്ഞിരുന്ന അർത്ഥമില്ലാത്ത ഭാരം, അവയെല്ലാം ഇപ്പോൾ തിരിച്ചു നോക്കുമ്പോൾ വലിയ മുന്നറിയിപ്പുകളായിരുന്നു നൽകിയത്. 31-ാം തീയതി അയാളെ കാണാതായത് നാട്ടുകാർക്കിടയിൽ ചെറിയൊരു ചർച്ചയാക്കി മാറ്റിയിരുന്നു. കുട്ടികളെ കൂട്ടിക്കൊണ്ട് എവിടെയെങ്കിലും പോയിരിക്കാം എന്നായിരുന്നു പൊതുവായ ധാരണ. എന്നാൽ ദിവസങ്ങൾ കടന്നപ്പോൾ വീടിനുള്ളിൽ നിന്നുയർന്ന ദുർഗന്ധം ആ ധാരണയെ മുഴുവൻ തകർത്തു കളഞ്ഞു. വാതിൽ തുറന്നപ്പോൾ പുറത്തു വന്ന കാഴ്ച ഒരിക്കലും മറക്കാനാകാത്ത വിധം ഗ്രാമത്തെ മുഴുവൻ ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു. മരണത്തിന്റെ കാരണമായി പോലീസിന്റെ പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായത് തലക്കേറ്റ അടിയാണ്. അതിനാൽ കൊലപാതകത്തിന്റെ സാധ്യത ശക്തമായി നിലനിൽക്കുകയാണ്. കുട്ടിയെ ആർക്കെങ്കിലും ഇങ്ങനെ ക്രൂരമായി കൊല്ലാൻ എന്താണ് പ്രേരണയുണ്ടാവുക? അനിശ്ചിതത്വം ഇപ്പോഴും തുടരുന്ന ഈ കാര്യത്തിൽ എന്നാൽ സംശയത്തിന്റെ കണ്ണുകൾ എല്ലാം തിരിഞ്ഞ് സെൽവദനിലേക്ക് തന്നെയാണ് പോകുന്നത്. അയാൾ കുട്ടികളോടൊപ്പം അവസാനമായി ജീവിച്ചിരുന്നത് തന്നെയാണ്. അയാൾ തന്നെ പിന്നീട് കാണാതായി. ഇത് വെറും കാണാതാകലല്ല, ഇത് ഒളിവിലേക്കുള്ള യാത്രയാണ്. DYSP ചന്ദ്രചൂഡന്റെ വാക്കുകളാണിത്. നിയമത്തിന് മുന്നിൽ ഒരാൾ ഏറെക്കാലം ഒളിച്ചിരിക്കാനാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ്. അബോധാവസ്ഥയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ 1.5 വയസ്സുകാരന്റെ നില ഡോക്ടർമാരുടെ വാക്കുകൾ പ്രകാരം അത്യന്തം ഗുരുതരമായിരുന്നു. 3 ദിവസം ഭക്ഷണവും വെള്ളവും കിട്ടാതെ ഒരു കുഞ്ഞ് ജീവിച്ചിരിക്കുക എന്നത് തന്നെ അത്ഭുതമാണ്. എന്നാൽ അവന്റെ ശരീരം അത്രയും ക്ഷയിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത മണിക്കൂറുകളിൽ ജീവൻ രക്ഷിക്കുക എന്നത് നിർണായകമായിരുന്നു എന്നായിരുന്നു അവരുടെ പ്രതികരണം. കുഞ്ഞിന്റെ ചെറിയ വിരലുകൾ ICUവിലെ കിടക്കയിൽ വാരിയെല്ലുകളിൽ പതുങ്ങി പിടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ജീവനോടുള്ള അവസാന പിടിച്ചുനിൽപ്പിന്റെ പ്രതീകമാണിതെന്ന് തോന്നിപ്പിച്ചു. ആശുപത്രിയിൽ ഉണ്ടായിരുന്ന എല്ലാവരും അവന്റെ പേരിൽ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഈ കുഞ്ഞ് ജീവനോടെ നിലകൊള്ളണം, ഒരിക്കലെങ്കിലും ലോകം അവനു വേണ്ടി കരുതണം എന്നായിരുന്നു അവരുടെയൊക്കെ പ്രാർത്ഥന. ഗ്രാമം മുഴുവൻ കണ്ണീരിൽ നിറയുന്നുണ്ടായിരുന്നു. കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകാം, പക്ഷെ എന്തിനാണ് കുട്ടികൾക്ക് ജീവിക്കാനുള്ള അവകാശം പോലും നഷ്ടപ്പെടുത്തുന്നത്? ഒരാൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. മാതാപിതാക്കളുടെ വഴക്ക് കുട്ടികളുടെ ജീവിതത്തെ എങ്ങനെ തകർക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണിത്. കുഞ്ഞുങ്ങളുടെ ചിരി സംരക്ഷിക്കാൻ കഴിയാത്ത സമൂഹത്തിന്റെ തന്നെ പരാജയമാണിത്. മരിച്ച അഭിനവിന്റെ സ്കൂൾ ബാഗ് വീടിനുള്ളിൽ തന്നെ ചിതറിക്കിടക്കുന്നതും അവന്റെ കളിച്ചിരുന്ന ചെറുപ്രമാണികളായ കളിപ്പാട്ടങ്ങൾ നിലത്ത് വീണ് കിടക്കുന്നതും നാട്ടുകാർക്ക് കണ്ണീർ തടുക്കാത്തൊരു രംഗമായി മാറ്റുകയായിരുന്നു. അവൻ എല്ലായ്പ്പോഴും ചിരിച്ചുകൊണ്ടിരുന്നത് മാത്രമാണ് ഓർമ്മ. ആ ചിരി ഇനി ഒരിക്കലും കാണാതാവില്ലെന്ന് കരുതുമ്പോൾ സഹിക്കാനാവുന്നില്ല എന്ന് അയൽക്കാരി ലക്ഷ്മിക്കുട്ടി പറയുകയാണ്.